തായ്വാനിൽ വീണ്ടും പ്രകോപനത്തിന് ശ്രമിച്ചിരിക്കുകയാണ് ചൈന. രാജ്യത്തിന്റെ കപ്പലുകളും വിമാനങ്ങളും വീണ്ടും അതിർത്തി കടന്ന് തായ്വാനിൽ എത്തിയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈനയുടെ നീക്കങ്ങൾ തായ്വാൻ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഒപ്പം തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. കഴിഞ്ഞ ദിവസം മുതലാണ് വ്യോമാതിർത്തിയിൽ ചൈനീസ് യുദ്ധവിമാനങ്ങൾ എത്തിയത്. ഇതിനു പിന്നാലെ നടത്തിയ നിരീക്ഷണത്തിൽ കപ്പലുകൾ സമുദ്രാതിർത്തിയിൽ എത്തിയതായും കണ്ടെത്തി. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 26 വിമാനങ്ങളാണ് എത്തിയത്. ഇതിൽ 16 എണ്ണം തായ്വാൻ കടലിടുക്ക് താണ്ടിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 എണ്ണം തായ്വാന്റെ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിലും എത്തിയെന്നാണ് വിവരം. സംഭവത്തെ തുടർന്ന് അതിർത്തി മേഖലയിലെ സ്ഥിതിഗതികൾ തായ്വാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ചൈനയെ പ്രതിരോധിക്കാൻ അതിർത്തിയിൽ പട്രോളിംഗ് ശക്തമാക്കി. കൂടുതൽ യുദ്ധവിമാനങ്ങളും കപ്പലുകളും വിന്യസിച്ചിട്ടുണ്ട്. തീരമേഖലകളിൽ മിസൈൽ വിന്യാസവും നടത്തിയിട്ടുണ്ട്. തായ്വാൻ തങ്ങളുടെ ഭാഗമാണെന്നും വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും US മുന്നിൽ നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെയാണ് പ്രകോപനവുമായി ചൈന വീണ്ടും എത്തിയിരിക്കുന്നത്. തായ്വാനെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഏക ചൈന നയമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സൈനിക സംഭാഷണങ്ങളിൽ ബെയ്ജിംഗ് ഉയർത്തിപ്പിടിച്ചത്. തായ്വാനിലെ ഭരണമുന്നണിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയതോടെ തെക്കൻ ചൈന കടലിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് സാഹചര്യങ്ങൾ കൂടുതൽ പ്രതികൂലമായിരിക്കുകയാണ്. തായ്വാനുമേൽ ചൈന നടത്തുന്ന ഇടപെടലുകളെ ശക്തിയുക്തം എതിർക്കുന്ന അവരുടെ അമേരിക്കൻ അനുകൂല നിലപാടുകൾ നേരത്തെ തന്നെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ചൈനയുടെ പ്രതീക്ഷകളെ അപ്പാടെ തകർത്ത് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി അധികാരത്തിൽ തുടരുമ്പോൾ ചൈന തായ്വാൻ ബന്ധത്തിന്റെ ഭാവി എന്താകുമെന്ന ചോദ്യമാണ് ചർച്ചയാകുന്നത്. തായ്വാനിൽ ചൈനയുടെ ഇടപെടൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നായിരുന്നു ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആദ്യ പ്രതികരണം. ഞങ്ങളുടെ നേതാവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങളുടെ ഇടപെടൽ ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് പാർട്ടി പറയുന്നത്. ചൈനീസ് ഇടപെടൽ തിരിച്ചടിയുണ്ടാക്കുമോ എന്ന ഭയം ഒഴിഞ്ഞതിൻ്റെ ആശ്വാസം കൂടിയാണ് പാർട്ടിയുടെ പ്രതികരണങ്ങളിൽ വ്യക്തമാവുന്നത്. ഇതിൽ പ്രകോപിതരായ ചൈന പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും അണിനിരത്തി തായ്വാനെ വളഞ്ഞത് ആഴ്ചകൾക്ക് മുമ്പാണ്. ഈ ശ്രമം അമേരിക്കയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള സൈനിക ശക്തികൾ തടഞ്ഞിരുന്നു. പിന്നാലെയാണ് പുതിയ നടപടിയുമായി ചൈന രംഗത്തെത്തിയിരിക്കുന്നത്.